ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി. അല്ലാഹു തആല അനുഗ്രഹിച്ചൊരു ഫള് കൊടുത്ത വ്യക്തിത്വമാണ്. സംഘടനാ രംഗത്തും സാമൂഹിക രംഗത്തും സ്വാന്തന രംഗത്തും വൈജ്ഞാനിക രംഗത്തും ആത്മീയ രംഗത്തും പ്രവാചക പ്രഭുവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന രംഗത്തും മറികടക്കാൻ ഒരാളില്ലാത്ത നിലയിൽ അള്ളാഹു ആദരിച്ച വ്യക്തിപ്രഭാവമാണ്. ഇന്നും അദ്ദേഹം മഹബ്ബ ട്വീറ്റ് എഴുതിയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളൊരു കാര്യമാണ്, ഇന്നും 565-ാമത്തെ ട്വീറ്റ് ഇന്നും എഴുതിയിട്ടുണ്ട്. ഈ എന്താ ഇതിന് പറയാ, ഈ തിരക്ക് പിടിച്ച നിന്ന് തിരിയാനിടമില്ലാത്തതിന്റെ ഇടയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ തൂലിക ചലിക്കാതിരുന്നില്ല. അത് ചലിക്കണമെങ്കിൽ ഹൃദയം നുകരണം, അതിനെ ആത്മീയതയും അനുഗ്രഹവും അറിവും ഒഴുകണം. ഇതൊക്കെ സമ്മേളിച്ചാൽ പോലും അള്ളാഹുവിന്റെ തൗഫീഖ്, മുത്തുനബിയുടെ പ്രത്യേകമാകുന്ന കടാക്ഷമില്ലാതെ 100,000 തിരക്കിന്റെ ഇടയിൽ അത് മുടങ്ങാതെ എഴുതുക എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തൊരു ഇക്റാമാണ്. കാശ്മീർ മുതൽ ഇവിടെ ബാംഗ്ലൂർ, കേരളം വരെ ദേശീയ യാത്ര നടത്തിയിരുന്നു. അൽഹംദുലില്ലാ, എന്തെല്ലാം പ്രതിസന്ധികളെ പ്രതികരിച്ചുകൊണ്ടും എന്തെല്ലാം പ്രയാസങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ടും എന്തെല്ലാം അത്ഭുതകരമാകുന്ന പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടും ഇന്ത്യ ചരിത്രത്തിൽ തിലകക്കുറി ചാർത്തിയ അനുഗ്രഹീതമാകുന്ന ഒരു ദേശീയ സഞ്ചാരം. അൽഹംദുലില്ലാ, അതിൻ്റെ ഇടയിലും ഈ ട്വീറ്റ് മുടങ്ങിയിട്ടില്ല. ഇതൊക്കെ ഞാനൊന്ന് നേരത്തെ എനിക്ക് സന്തോഷം കൊണ്ട് പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു പ്രത്യേകത തന്നെ അല്ലേ? എന്നും ഈ 565 ദിവസം 2 കൊല്ലം തികയാൻ പോകുന്നു. മുത്തുനബി തങ്ങളെ കുറിച്ച് എന്തെങ്കിലും എഴുതുകയല്ലല്ലോ, ആധികാരിക പഠനം ലോകം മുഴുവനും ദർശിക്കുന്ന, ആർക്കും വിമർശിക്കാൻ അവകാശമില്ലാത്ത തരത്തിൽ കുറ്റമറ്റ രൂപത്തിൽ അത് അക്ഷരങ്ങളെ കൊണ്ട് അനർഘമാക്കി തീർക്കുന്ന അത്ഭുതകരമാകുന്ന രചന. അത് അള്ളാഹു ആദരിച്ചതും തൗഫീഖ് നൽകിയതുമാണ്. ഇതുപോലെ അതിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ പശ്ചിമ ബംഗാളിലും മറ്റുമൊക്കെ പള്ളി പണിയുന്നു, മദ്രസ പണിയുന്നു, സ്വാന്തന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇതെല്ലാം ഈ ഒരു കൊടക്കീഴിൽ നിന്ന് അള്ളാഹു തആല ലോകത്തേക്ക് വെളിച്ചം വീശിയ രശ്മികളാണ്. അതിനിയും ഒരുപാട് ഉദിച്ചുയരട്ടെ, ഇനിയും ഒരുപാട് ബറക്കത്തുള്ളതാക്കട്ടെ. നമ്മളുടെ ആഹ്ലാദം ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി, നബിയെ തങ്ങൾ പറയണം, ബിഫളില്ലാ ഐ ബിൽ ഇൽമിൻ നാഫിഇ. ഒരുപാട് മുഫസ്സിറുകൾ വിവരിച്ച ആധികാരികമായ ഒരു വിവരണമാണ് ഖുൽ ബിഫളില്ലാ, അല്ലാഹുവിന്റെ ഇൽമിന്റെ പേരിൽ. ഫൽയഫ്റഹു, ജനങ്ങൾ ആഹ്ലാദിക്കട്ടെ. അതിന് Y20 നടത്തിക്കൊണ്ടും വാർഷിക ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടും അതിന്റെ സ്ഥാപന സമുച്ചയങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടും പ്രത്യേകമാകുന്ന ഖുർറത്തുൽ ഐൻ പോലെയുള്ള വൈജ്ഞാനിക വിപ്ലവം നടത്തിക്കൊണ്ടും നടത്തുന്ന ആഘോഷങ്ങൾ നിങ്ങൾ ചേർന്ന് കൊടുക്കണം. ഫൽയഫ്റഹു, ആഘോഷം നിങ്ങൾ പങ്കുചേരണം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മറ്റുള്ള എല്ലാ സമ്മേളനങ്ങളെക്കാളും അത് വളരെ ഖൈറാൻ. സുൽത്താനുൽ ഉലമ ഇന്നലെ കാസർഗോഡ് നടത്തിയ ഒരു ധവള വിപ്ലവം, ഒരു പാരാവാരം അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാ ക്ഷീണവും മറന്ന് പ്രസംഗിച്ച മഹാനുഭാവനാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്തി ഇന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ ഫാറൂഖ് നഈമി എന്ന ഡോക്ടറോടുള്ള അതിരറ്റ സ്നേഹത്തിന്റെയും ആദരവിന്റെയും അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെയൊക്കെ സ്നേഹിച്ച് ശൈഖുന ഉസ്താദ് അവർ ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഉത്സാഹിപ്പിക്കാനുമാണ് ഞാൻ ഇത്രയും ക്ഷീണമുണ്ടായിട്ടും വന്നത് എന്ന്. ആ വാക്ക് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുമോ, എന്തൊക്കെ സഹകരണം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. SSFന്റെ ദേശീയ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പ്രചോദനവൽക്കരിക്കുന്ന തരത്തിലുള്ള
ആ പ്രവർത്തനത്തിന്റെ നായകൻ ഈ കൊച്ചു കേരളത്തിൽ, വിശിഷ്യ കൊല്ലം ജില്ലയിലെ ഒരു മുത്താണെന്ന് ഓർക്കുമ്പോൾ അഭിമാനം കൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ബോംബെ സമ്മേളനം ചരിത്രത്തിൽ തിലകക്കുറി ചാർത്തിയതാണ്. അതിൻ്റെ നായകനും പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമിയാണ്. അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിലും ബറക്കത്ത് ചെയ്യട്ടെ.